ഹലോ. അപ്പം അവിടെ പാട്ടിട്ടായിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ കൂർഗിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ എൻ്റെ ബ്രദർ ഇൻ ലോയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. സോ രാവിലെ തന്നെ ഫുഡ് എന്ന് പറയുന്നത് ഇച്ചിരി കളർഫുള്ളാണ്. ഫ്രൂട്ട്സ്, പിന്നെ കോൺഫ്ലെക്സ് ഉണ്ട്, കുറച്ച് പുഴുങ്ങിയ ഏത്തക്കയുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റാണ്. പിന്നെ സ്ഥലം ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. യെസ്, രാവിലെ തന്നെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ബൈക്ക് ദോ അവിടെ ഇരിപ്പുണ്ട്. യെസ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. സോ യാത്ര തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാണാം. സോ ഹലോ, നമ്മളപ്പോൾ കൂർഗിൽ നിൽക്കുകയാണ്. വണ്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ അലീച്ചാറിൻ്റെ വണ്ടി ഇതാണ്. ഡ്രൈവിൻ്റെ സ്പീഡ് 400 റിവ്യൂ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടില്ല. കാരണം ഇന്നലെ ഈവനിങ് എത്തി. ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങുകയാണ്. മണി ഇപ്പോൾ 10 മണി കഴിഞ്ഞു. സോ ഇനിയിപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകുന്ന ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിയുടെ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഹംപിക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. സോ എനിവേ നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ചോട്ടു. ചോട്ടു 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 നല്ല സ്ലീപ്പാണ്. ഇറങ്ങിക്കോട്ടെ. പുള്ളിയുടെ പേര് ചോട്ടു എന്ന് വിളിച്ചാൽ വരെയൊക്കെ ചെയ്യും. ഇപ്പോൾ നല്ല ഉറക്കമായതുകൊണ്ട് പുള്ളി ശ്രദ്ധിക്കേണ്ട കിടക്കുക. ഓക്കെ ആണിപ്പോൾ. ശരി എന്നാൽ. ഓ, ഞാൻ എടുത്തിട്ട് വിളിക്കാം. ഓക്കെ, ശരി. റൈറ്റ് അല്ലേ? ഓക്കെ. ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാരംഗി ഡാമിലേക്ക് പോകാൻ പറ്റും. പിന്നെ അത്യാവശ്യം അവിടെ കുറച്ച് സ്പോട്ടുകളുണ്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ. ഒരു ആനയൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എൻ്റെ കാണണം. ഞാൻ അതൊന്ന് അപ്ലോഡ് ചെയ്യാം വീഡിയോയിലൂടെ. പിന്നെ ഇവിടെ ഇത്തിരി ആൾക്കാരൊക്കെ ഇങ്ങനെ എടുത്ത് ചാടിയൊക്കെ തരും. സോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ റോഡൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അപകടങ്ങളും നന്നായിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. കാര്യം നമ്മളിപ്പോൾ ഇവിടെ തിരിയാൻ പോകുന്ന ടേണിൻ്റെ അവിടെ തന്നെ ആഴ്ചയിൽ ആൾക്കാർ മരിക്കാറുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. സോ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് ബോർഡും സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇത് വല്ലാത്തൊരു വളവാണ് ഇവിടെ. പുള്ളി ഇവിടെ ഉള്ളൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. സോ യെസ്, കണ്ടോ, നല്ല സ്ട്രെയിറ്റ് റോഡാണ്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് എല്ലാവരും വരുന്നത്. രാവിലേക്ക് ഇച്ചിരി ചൂടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റടിക്കുന്നത് കേട്ടോ. അവിടെയൊക്കെ മറ്റേ വലിയ പ്രതിമയൊക്കെ മേടിക്കാൻ കിട്ടും. നമ്മൾ ജിറാഫ്, ഒട്ടകം, അങ്ങനെയൊക്കെ പല സാധനം, ആനയൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ഇവിടെയൊക്കെ കുറേ നമ്മുടെ കളിമണ്ണിലുണ്ടാക്കിയ കുറേ സാധനം കിട്ടും. നമുക്ക് വൈന്, ഒരുപാട് ഹോം മെയ്ഡ് വൈനൊക്കെ കിട്ടും മേടിക്കാനായിട്ട്. സോ പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിക്കാം. One eternity later.
ഫുൾ 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 ആ സാധാ നോർമൽ നോർമൽ. Five minutes later. Enough. Ah. Yes. Yeah, it took me 5 minutes to fill up. പിന്നെ എനിക്ക് കന്നഡ ഒന്നും അറിയത്തില്ല, അല്ല ഇംഗ്ലീഷ്. പക്ഷേ ഇവിടുത്തെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് എത്രത്തോളം അറിയാമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം നമുക്ക്. ഓക്കെ, കണ്ട ഒരു കൊച്ചു ടൗണായിട്ട് തോന്നുന്നത് നമുക്ക് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ട് ഇവിടെ SD ഷോറൂം ഉണ്ട്, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം ഉണ്ട്, ഹുണ്ടായുടെ ഷോറൂം കാണാനുണ്ട്, അപ്പുറത്തെ ഡോമിനോസ്, KFC അങ്ങനത്തെ എല്ലാ പരിപാടിയും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ടിബറ്റൻ ടെമ്പിളിൻ്റെ ഒരു സംഭവം കാണാനായിട്ട്. പക്ഷേ അത് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഞാൻ ഇന്നലെ നൈറ്റ് അവിടെ പോയിരുന്നു. എനിക്ക് ഞാൻ ക്യാമറ എടുക്കാത്തതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല, എൻ്റെ ഫോണും ഓഫായി പോയി ആ ടൈമിൽ. ചാർജ് ചെയ്യാനൊക്കെ ഇച്ചിരി മടിയാവുന്നുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് പറ്റി പോകുന്നതൊക്കെ. സോ എനിവേ നമുക്ക് എന്തായാലും ബാംഗ്ലൂരൊക്കെ എത്താറാകുമ്പോഴത്തേക്കും ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം വീഡിയോ. ഹലോ, ഞാനിപ്പോൾ ബാംഗ്ലൂർ പോകുന്ന വഴിയാണ്, കിടിലം ഹൈവേ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് എടുത്തു വെച്ചതാണ്. ഞാനത് ആക്ച്വലി നമ്മുടെ മൈസൂർ മറ്റേ എക്സ്പ്രസ് വേ അതല്ല, കാര്യം അവിടെ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡ് ഞാൻ പ്രിഫർ ചെയ്തത്. ഇത് നമ്മളെ ഹാരഹള്ളിയോ അങ്ങനെ ഏതൊരു സ്ഥലമാണ്, എനിക്ക് എൻ്റെ പേര് ഓക്കെ. നല്ല കണ്ണാടി പോലെ കിടക്കുന്ന ഹൈവേ, അതുകൊണ്ട് തന്നെ അപകടങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ നടുക്കുള്ള കുറേ ചെടികളാണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. കാര്യം എല്ലാം നല്ല അടിപൊളി ഗ്രീനായിട്ട് ഇരിപ്പുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ പുല്ലൊക്കെ കരിഞ്ഞിരിക്കുക, നല്ല ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇതാണ്, ഈ കാരണം ഈ ഹൈവേയിൽ ഇത് കണക്കുള്ള വഴി കൂടെ ആൾക്കാർ ഇത് കണക്ക് ചാടിത്തരും. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ ഹൈവേ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. മാത്രമല്ല നമുക്ക് വണ്ടിയിലാണെങ്കിൽ ഒരു വൈബ്രേഷൻ ഒന്നുമില്ല, ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ എൻ്റെ വണ്ടി 70 വരെയൊക്കെ തന്നെയാണ് കയറത്തുള്ളൂ കേട്ടോ. 80 കയറും, പക്ഷെ അത്രയും പുഷ് ചെയ്യുന്നില്ല. ഞാനൊരു 70-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കറണ്ട്ലി. ഹൈവേയിൽ വരുമ്പോൾ മാത്രം ഇച്ചിരി കൂടെ ഒരു പവറുള്ള വണ്ടി വേണമെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഇത് അത്ര മോശമൊന്നുമല്ല, എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടാണ് പോകുന്നതൊക്കെ തന്നെ. പക്ഷേ ഒരു 100 നമുക്ക് ഇവിടെ പിടിച്ച് പോകാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലൈക്ക് കാണാൻ സൈറ്റ് സീനൊക്കെ പോകാനുള്ളൊരു ടൈമും കൂടെ നമുക്ക് കിട്ടും. മാത്രമല്ല കുറച്ചുകൂടെ നമുക്കൊരു എക്സ്ട്രാ കിലോമീറ്റേഴ്സ് കവർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഡെയിലി ഒരു 300 അല്ലെങ്കിൽ 350 കിലോമീറ്റേഴ്സ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഒരു പവറുള്ള വണ്ടിയാണ് നമുക്കൊരു 400 വരെയൊക്കെ പുഷ് ചെയ്യാം. 400, 450, അങ്ങനെ 500 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് പുഷ് ചെയ്യാം, നല്ല റോഡൊക്കെ ഉണ്ടെങ്കിൽ. സോ അപ്പോൾ ഇത്ര തന്നെ. എനിക്കെല്ലാം വേറെ പരാതിയൊന്നുമില്ല, വണ്ടിയെക്കുറിച്ച് അടിപൊളിയാണ്. പിന്നെ ഇവിടെയൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു സ്ട്രെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു 100+ ഒന്നും പോകാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ 70-ലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. 70-75 പോകുമായിരിക്കും തോന്നുന്നു കറക്റ്റ് സ്പീഡ്. സോ ബാംഗ്ലൂർ പോകുന്ന വഴിയാണ്. ഈ ഒരു 60 കിലോമീറ്റർ ഒന്നും ഉണ്ട്. സോ റെസ്റ്റ് എടുക്കാനായിട്ട് ഈ ഒരു മരത്തിൻ്റെ മൂട്ടിലൊന്നിങ്ങനെ നിൽക്കുകയാണ്. കാരണം റോഡിലൊന്നും തണലൊന്നുമില്ല, കാരണം ഈ കാണുന്ന ഹൈവേയിൽ ഒരിടത്തും തണലൊന്നുമില്ല. സോ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തപ്പോൾ ഈ മരത്തിൻ്റെ മുട്ടിൽ നിന്ന് ബേസാണ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു പൊട്ടറ്റോ ചിപ്സാണ്, എന്തോ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ബാംഗ്ലൂർ എത്തിയിട്ട് നമുക്ക് കാണാം.
ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റാണ് കാണിക്കുന്നത്. സോ മാപ്പ് നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം ഞാൻ ഫോണിൻ്റെ സ്റ്റാൻഡും മേടിച്ചിട്ടില്ല. ഇവിടുന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത്. ഇതാ ആൾക്കാർ നിർത്തി തരുമൊന്നുമില്ല, ഇൻഡിക്കേറ്റർ ഇട്ടിട്ടും ഇവിടുന്ന് ഹോൺ അടിക്കുകയാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഇത് ഏതൊക്കെയോ ലൈക്ക് IT ഫേമിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു. ഇപ്പോഴാട്ടോ ഒരു തിരക്കില്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഇവിടെയാണ്, ഇവിടെ അടുത്താണ് സ്ഥലം കാണിക്കുന്നത്. സോ ഞാൻ അവിടെ എത്തിയിട്ട് ലൈക്ക് അപ്ഡേറ്റ് ചെയ്യാം. ലൈക്ക് എനിക്ക് കറക്റ്റ് വീടൊന്നും അറിയത്തില്ല, അപ്പോൾ അവനും ഇപ്പോൾ വർക്കിലാണ്. സോ വീട്ടിലാരും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെയാണ് അവൻ്റെ സ്റ്റേ എന്ന് തോന്നുന്നു, കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന റെസിഡൻസ് എന്തൊക്കെയാണ്, ഫ്ലാറ്റുകളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അവനൊന്ന് വിളിച്ചിട്ട് നമുക്ക് എന്താണെന്നുള്ളത് തിരക്കാം. ഓക്കെ.